ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഒഴികെ തണുപ്പ് കൂടുതൽ കിട്ടുന്ന മാസം എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള സമയമാണ്. അതായത് ശീതകാല പച്ചക്കറി ചെടികൾ നട്ടു വളർത്താൻ പറ്റിയ സമയം. ശീതകാല പച്ചക്കറികളെന്ന് പറഞ്ഞാൽ കാബേജ്, കോളിഫ്ലവർ, കാരറ്റ്, ലെറ്റ്യൂസ്, ബീട്രൂട്ട് പോലെയുള്ളവ. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇവരെ നട്ടു വളർത്താനുള്ള മണ്ണ് നമുക്ക് ആദ്യം ശരിയാക്കണം. നല്ല നീർവാർച്ചയുള്ള ഇളക്കമുള്ള മണ്ണാണ് കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള വിളകൾ നല്ല വിളവ് തരാൻ നമുക്ക് സഹായിക്കുന്നത്. ഞാൻ ഈ പാത്രത്തിനകത്താണ് നട്ടു വളർത്താൻ ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ കടല നട്ടു വളർത്തിയിരുന്ന പാത്രമാണേ. അപ്പോൾ അതിനകത്ത് മണ്ണൊക്കെ ചിലപ്പം ഉറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മണ്ണിനെ ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇത്തരത്തിലുള്ള ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലത്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതുപോലൊന്ന് മണ്ണ് ഇളക്കിയതിന് ശേഷം ഈ മണ്ണിൻ്റെ ഇളക്കം നിലനിർത്താനായിട്ട് ഇത് കണ്ടോ, ഇത് ഉമിയാണേ. കുറച്ച് ഉമി ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. മണ്ണിൻ്റെ ഇളക്കം നിലനിർത്തുന്നതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നനവ് നിലനിർത്തുന്നതിന് ചകിരിച്ചോറ് കണ്ടോ, ഇതുപോലെ കുറച്ച് ചകിരിച്ചോറിട്ട്, ഇത് നമ്മൾ സാധാരണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മണ്ണാണ്. ആ മണ്ണിനകത്ത് വിളവെടുപ്പ് കഴിഞ്ഞപ്പം ഞാൻ കുമ്മായം ഇട്ട് വെച്ച് പുളിപ്പ് മാറ്റിയിരിക്കുന്ന മണ്ണാണേ. അതിനകത്തേക്ക് നമ്മൾ ഉമിയും ഇട്ടു, ചകിരിച്ചോറും ഇട്ടു. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചാണകപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇത് മുഴുവൻ കിടന്നുണ്ടേ. ഇനി ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ടേ. ഇത് ട്രൈക്കോഡെർമയാണ്. മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊന്നും ചെടികൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈക്കോഡെർമ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ട്രൈക്കോഡെർമയും കൂടെ ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മണ്ണുമായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പം ഞാൻ ഇത് നല്ലപോലെ മണ്ണുമായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം കാണിക്കാവേ. മണ്ണ് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈകളെ നടണം. അപ്പം നമ്മൾ ഈ കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള ചെടികളൊക്കെ നടുമ്പോൾ ഒരു 4 ഇല പരുവം എങ്കിലും ആയതിന് ശേഷം, അതായത് ചുവട് തിരിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് നട്ടുപിടിപ്പിക്കാൻ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ പാത്രത്തിനകത്ത് ഇതിൻ്റെ നടുക്കൂടെ കുറച്ചൊരു കുഴി പോലെ എടുക്കുകയാണേ. ആ മണ്ണിനെ നമ്മൾ സൈഡിലോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ കുഴി പോലെ എടുത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് നടാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടി കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലൊരു ചാല് കീറി എടുത്തു ശരിക്കും പറഞ്ഞാൽ. ഇനി ഞാൻ ഇതിനകത്തേക്ക് നടുന്നത് ഇതാണേ. ഇത് ചൈനീസ് കാബേജാണേ. ചിലരിതിനെ ലെറ്റ്യൂസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ചൈനീസ് കാബേജാണ് ഞാൻ ഇതിനകത്ത് നടുന്നത്. അപ്പോൾ ഇത് നട്ട് പിടിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഒരു പാത്രത്തിനകത്ത് കുറച്ച് സ്യൂഡോമോണാസ്, ഇത് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് സ്യൂഡോമോണാസ് കൂടെ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റിനേക്കാൾ ഇച്ചിരി കൂടി ഒന്ന് നീണ്ടു കിട്ടിയാൽ മതിയേ. അങ്ങനെ നമ്മൾ വെള്ളത്തിനകത്ത് കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് നട്ട് പിടിപ്പിക്കാനുള്ള ചെടിയെ ഇതിനകത്തേക്ക് മുക്കി വെക്കണം. ഇങ്ങനെ മുക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ സമയം വരെ ഇതിനെ മുക്കി വെക്കുന്നത് നല്ലതാണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ ചുവടോടെ എടുത്ത്, ഇത് ചകിരിച്ചോറിനകത്ത് ചുവട് പിടിപ്പിച്ചിരിക്കുന്ന തൈയാണേ. ഇതിനെ നമ്മളിങ്ങനെ ഒരു അരമണിക്കൂർ സമയത്തേക്കിന് മുക്കി വയ്ക്കണം. ഇതുപോലെ മുക്കി വെച്ച് ഒരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ ചെടിയെ നട്ട് പിടിപ്പിക്കാവേ. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു മണ്ണിളക്കിയിട്ട് ആ മണ്ണിലേക്കാണ് നമ്മളിതിനെ വെക്കുന്നത്. അപ്പോൾ ഇതിവിടെ വെച്ചു. ഒരു കുറച്ച് അകലെ ഇട്ടിട്ട് നമുക്ക് ബാക്കിയെ ഇതേപോലെ തന്നെ, ഇതിനകത്ത് ഞാൻ 3 എണ്ണം നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എണ്ണം വെച്ചു. അതുപോലെ ഇനി ഇവിടെയാണ് വെക്കുന്നത്. ഇതേപോലെ ഒരു ചെറിയ കുഴി കൂടി എടുത്തിട്ട് ഞാൻ ഇതിനെ കൂടെ വെച്ചു. വേണമെങ്കിൽ നമുക്ക് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കി ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ എന്തിനാ ഇങ്ങനെ സ്യൂഡോമോണാസ് ചേർക്കുന്നതെന്നറിയോ, ചെടിക്ക് രോഗങ്ങളൊന്നും, വാട്ടരോഗങ്ങൾ അതുപോലുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കുന്നതിനും ചെടിക്ക് നല്ല വളർച്ച കിട്ടുന്നതിനും വേണ്ടിയാണേ. അപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിൻ്റെ ചുവട് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ച് മണ്ണിട്ട് ഉറപ്പിച്ച് വെക്കണം. കണ്ടോ,
അത് ഏത് തൈകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ വെച്ചു. ഇനി ഇങ്ങനെ വെക്കും. ഇപ്പം നമ്മൾ ഈ തിട്ട പോലെ വെച്ചത് എന്തിനാണെന്നറിയോ? ഈ കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ പോലെയുള്ള ചെടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ ചുവട്ടിൽ വളം ഇട്ടിട്ട് മണ്ണിട്ട് കൂട്ടണം. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ മണ്ണ് വകഞ്ഞു മാറ്റിയതിന് ശേഷം ഇതിനെ ചുവട് പിടിപ്പിക്കാനായിട്ട് കാരണം. ഇതുപോലെ നമ്മൾ മണ്ണിൽ ചുവടുറപ്പിച്ചതിന് ശേഷം ഉണങ്ങിയ ഇലയോ പച്ചിലകളോ കൊടുത്തിട്ട് മൾച്ചിങ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശീമക്കൊന്നയുടെ ഇലയാണേ. അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ശീമക്കൊന്നയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഇതേപോലെ ഞാൻ വെച്ച് കൊടുക്കുവാണേ. അപ്പം നമുക്ക് ശീമക്കൊന്നയുടെ ഇല കിട്ടാനില്ലെങ്കിൽ വേറെ ഉണങ്ങിയ ഇലകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ തടിയൊക്കെ ചെത്തുന്നതിൻ്റെ ചെത്തുപൂളുകളില്ലേ, അങ്ങനത്ര ഈ തടി പ്ലെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അങ്ങനെയുള്ള ചെത്തുപൂളുകൾ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ മൾച്ചിങ് നിർബന്ധമായും ചെയ്യണം. മൾച്ചിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിർത്തുക എന്നുള്ളതാണ്. ഈ കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള ചെടികൾക്ക് നന്നായി വളരാനും വിളവ് തരാനും ചുവട്ടിൽ നനവ് മാറാതെ നിൽക്കണം. എന്നുവെച്ച് വെള്ളം കെട്ടി നിൽക്കുക എന്നല്ല, തണുപ്പ് നിൽക്കണം ചുവട്ടിൽ. അപ്പം നമ്മളിത് ഇതേപോലെ ചെയ്തു കൊടുത്തു. ഈ ശീമക്കൊന്ന വെക്കുവാണെങ്കിൽ വേറെയും ചില ഗുണങ്ങളുണ്ട്. കീടങ്ങളുടെ ശല്യം കുറഞ്ഞിരിക്കും. ഇതിനൊരു ചൂടാകുന്നതിനനുസരിച്ചൊരു വല്ലാത്ത മക്കുമണം വരും. അത് ശീമക്കൊന്ന കണ്ടിട്ടുള്ളവർക്കും ഉപയോഗിച്ചിട്ടുള്ളവർക്കും അറിയാം. പിന്നെ ഇത് പെട്ടെന്ന് മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇലകളെല്ലാം വാടിക്കൊഴിഞ്ഞ് അതിൻ്റെ ചുവട്ടിലേക്ക് പൊഴിഞ്ഞു കിടക്കും. വെള്ളം വീഴുന്നതിനനുസരിച്ച് പെട്ടെന്ന് അഴുകി ഇത് നല്ല നൈട്രജൻ കണ്ടൻ്റുള്ള വളമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ച ചൈനീസ് കാബേജിൻ്റെ തൈകളുടെ ഒപ്പം മേടിച്ച തൈകളാണിത്. അപ്പോൾ ഞാനിതൊരു ഒരാഴ്ചയ്ക്ക് മുന്നേ ഇതുപോലെ തന്നെ കുഴിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോളിഫ്ലവർ, കാബേജ് പോലെയുള്ള ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും വളം കൊടുക്കണം. പെട്ടെന്ന് തന്നെ അവർ വിളവ് തരുന്ന ഒരു ചെടിയാണ്. 3 മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം സാധാരണ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമെന്ന് പറയുന്നത് ഇത് ഫിഷ് അമിനോ ആസിഡാണേ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ്. കണ്ടോ, ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതൊരു 3 വർഷമെങ്കിലും ആയിട്ടുള്ള ഒരു ഫിഷ് അമിനോ ആസിഡാണ്. ഞാനിത് അരിച്ചു മാറ്റി വെക്കാറില്ല, ഒട്ടും വെള്ളവും ചേർക്കാറില്ല. മത്തിയും ശർക്കരയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര കിലോ മത്തിയാണോ വാങ്ങിച്ചിരിക്കുന്നത് അത്രയും തന്നെ ശർക്കര അടുക്കടുക്കായിട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഒരു ലെയർ മത്തി ഇട്ടു, അതിൻ്റെ മുകളിൽ ഒരു ലെയർ ശർക്കര ഇട്ടു, അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാറില്ല. മത്തിയിടും, അതിൻ്റെ മുകളിലേക്ക് വെറുതെ ശർക്കര പൊട്ടിക്കാറ് പോലും ഇല്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ശർക്കര ഉരുകി കഴിയുമ്പോൾ നമ്മളൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴും അലിയാത്തതൊക്കെ കാണും, അവിടെ ഇരുന്നോട്ടെ. ഒരു 3 മാസം കഴിഞ്ഞിട്ടേ നമ്മളത് ഉപയോഗിക്കാനായിട്ട് എടുക്കാവൂ. ഒരു സ്പൂണ്, അതായത് ഒരു 5 മില്ലി വരെ നമുക്ക് എടുത്തിട്ട്, 5 മില്ലി ഏകദേശം എടുത്താൽ മതി കേട്ടോ. അത്രയും ഒരു 1.5 ലിറ്റർ വരെ വെള്ളം കൊള്ളുന്നൊരു കപ്പാണേ. അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മളുടെ കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള ലെറ്റ്യൂസ് ഒക്കെ പോലെയുള്ള ചെടികൾക്കെല്ലാം വളരെ നല്ലതാണേ. അപ്പം ഞാൻ ഇതിനൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഇലകളിലൊന്നും വീണാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഫിഷ് അമിനോ ആസിഡ് നല്ല ജൈവ വളമാണ്. നമുക്കറിയാം ഇതിനകത്ത് എന്തുമാത്രമാണ് ഉള്ളത്. പക്ഷേ നന്നായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ്. ഇതും അതുപോലുള്ള കോളിഫ്ലവറിൻ്റെ തൈയാണ്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടൊരു 2-3 ദിവസമായിട്ടുള്ളൂ. ചുവട് പിടിച്ചെന്ന് തോന്നുന്നു അതിൻ്റെ നിപ്പൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതിനും കൂടെ ഞാൻ ഈ മിച്ചം വന്നിരിക്കുന്ന വളം ഒഴിച്ചു കൊടുക്കുക. കാബേജും കോളിഫ്ലവറും ഒക്കെ വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം അവർക്ക് പെട്ടെന്ന് കീടശല്യങ്ങളെന്ന് പറഞ്ഞാൽ കീടങ്ങളിൽ പ്രധാനി പുഴുക്കളാണ്. ഇലകളെല്ലാം കാർന്ന് തിന്ന് നശിപ്പിക്കും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളതും നല്ലതുമായിട്ടുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് വേപ്പെണ്ണയും സോപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നതാണ്. അതിൻ്റെ അളവൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. 5 മില്ലി വേപ്പെണ്ണയും അതിനകത്തോട്ടൊരു 5 മില്ലി തന്നെ സോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാത്രം കഴുകാനായിട്ട് വാങ്ങിക്കുന്ന ലിക്വിഡ് ഡിഷ് വാഷ്, നമ്മൾ വെള്ളം പോലെ വിമ്മിൻ്റെ ഒക്കെ ലിക്വിഡ് ഒഴിക്കുകയല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ ഏതെങ്കിലും അതേ 5 മില്ലി ഒഴിക്കുക, നല്ലതുപോലെ ഇളക്കുക 1 ലിറ്റർ വെള്ളത്തിനകത്ത്. എന്നിട്ട് ചെടിയുടെ എല്ലാ ഭാഗത്തും ചുവട്ടിലും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫലപ്രദമായ മറ്റൊരു കീടനാശിനി എന്ന് പറയുന്നത് ബിവേറിയയാണ്.
ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു 20 ഗ്രാം ബിവേറിയ വെള്ളത്തിനകത്ത് കലക്കി നല്ലതുപോലെ ചെടിയുടെ ഇലകളിലും ചുവട്ടിലും വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ കാബേജിനൊക്കെ വരുന്ന മറ്റൊരു രോഗം എന്ന് പറഞ്ഞാൽ ഇലകൾ ഇങ്ങനെ കറുത്ത് അഴുകി പോകുന്നത് പോലുള്ളൊരു രോഗം. അതുപോലെ പൂപ്പല് പിടിച്ചിട്ട് ചിലപ്പം ചെടികൾ നശിച്ചു പോകാം. അതേപോലെ വരുന്ന മറ്റൊന്നാണ് ഈ ചുവട് പെട്ടെന്ന് വാടിപ്പോവുക, ബാക്ടീരിയൽ വാട്ടം പോലെയുള്ള രോഗങ്ങൾ. അങ്ങനെയുള്ളവയ്ക്ക് വളരെ നല്ലതെന്ന് പറയുന്നത് സ്യൂഡോമോണാസ് ആണ്. അപ്പോൾ സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം വെള്ളത്തിനകത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഈ ബിവേറിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെടികളുടെ ഇലകളിലും ചുവട്ടിലും വീഴത്തക്ക രീതിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിലുള്ള രോഗങ്ങളെയെല്ലാം നല്ലൊരു പരിധിവരെ മാറ്റി നിർത്താനും പറ്റും. അതിനൊപ്പം ചെടികൾക്ക് നല്ല വളർച്ചയും കിട്ടും. സ്യൂഡോമോണാസിന് അങ്ങനൊരു ഗുണം കൂടെ ഉണ്ട്. ഇനി ശീതകാല പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാൻ ഒട്ടും താമസിക്കേണ്ട. എല്ലാവരും തന്നെ തൈകൾ വാങ്ങിക്കാൻ നേഴ്സറികളിൽ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വിത്തുകൾ പാകി മുളപ്പിച്ച് നടാനുള്ള പരിപാടികൾ തുടങ്ങിക്കോണം. നമുക്കൊരു ചെറിയ വിളവെടുപ്പും കൂടെ നടത്തിയിട്ട് വരാം. ആദ്യമേ ഇന്ന് ഈ തക്കാളി വിളവെടുക്കാവേ. അപ്പോൾ പഴയ തക്കാളികളൊക്കെ വിളവെടുപ്പൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പം നമുക്ക് പുതിയ തക്കാളികളെ ഇതിനൊപ്പം തന്നെ നട്ടുപിടിപ്പിക്കുകയും വേണം കേട്ടോ. അപ്പം പഴുത്തതൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇവിടെയുണ്ട്. അതുപോലെ ഇത്രയും തക്കാളി കിട്ടി. അതുപോലെ പയറിൻ്റെ വിളവെടുപ്പൊക്കെ തീരാറായി. അപ്പോൾ അധികം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പുറത്ത് 5-6 പയർ കിടപ്പുണ്ട്. അതും കൂടെ കൂട്ടിയാലേ നമുക്കൊരു കറിക്കുള്ളത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ കിടക്കുന്ന അത്രയും ഞാൻ അങ്ങോട്ട് പറിച്ചെടുക്കാം. ഇത് കണ്ടോ, കോളിഫ്ലവറാണ് കണ്ടോ, ചോട് പിടിച്ച് കിളുത്ത് കയറി വരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ സമയത്ത് വേണം നമ്മളിതൊക്കെ നട്ടുപിടിപ്പിക്കാൻ. എങ്കിലേ നമുക്ക് ചിലപ്പോഴാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഡിസംബർ വരെയുള്ള മഞ്ഞ്, കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ മഞ്ഞ് തീരെ കുറവായിരുന്നു. മഞ്ഞ് കുറവാണെങ്കിൽ ഞങ്ങളെപ്പോലെ ഈ കോട്ടയത്തൊക്കെ താമസിക്കുന്നവർക്ക് തീരെയും വിളവ് കിട്ടത്തില്ല. നല്ല മഞ്ഞ് വേണം ഇതിന്. ഇവിടെ 2-3 മുളകുണ്ട് കണ്ടോ, സെറാ മുളകാണ്. 2-3 എണ്ണം ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുത്തേക്കാം. ഇവിടെ 5-6 തക്കാളി കിടപ്പുണ്ടേ, നമുക്ക് പറിച്ചേക്കാം. തക്കാളി ഇങ്ങനെ നമ്മൾ വിളവെടുത്ത് കഴിയുമ്പം തീർന്നു പോകാതിരിക്കാനായിട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ, വീണ്ടും തക്കാളിയുടെ ചുവട്ടിലേക്ക് നല്ലപോലെ വളം ഇട്ട് കൊടുക്കുക, മണ്ണ് കൂട്ടി കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്കിന് സ്ഥിരമായിട്ട് തക്കാളി കിട്ടും. അടുത്ത ചെടി വളർന്ന് വലുതാകുന്നിടം വരെ. ഇവിടെ ഒരു 1-2 എണ്ണം ഉണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇത് പറിക്കാം. പിന്നെ ഇവിടെ സാലഡ് കുക്കുംബർ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ വളർച്ച ഇങ്ങനെ തടസ്സപ്പെട്ടു പോയി. അത് ശരിക്കും പറഞ്ഞു. ഇവിടെ വേറെ 1-2 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഞാൻ പറിച്ചെടുക്കുക. അപ്പം നമുക്ക് തിന്നാമല്ലോ. അതുപോലാണ്ട് അങ്ങോട്ട് മാറി ഒരെണ്ണം കിടപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ കണ്ടോ കോവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ പന്തലെ തന്നെ എനിക്ക് കോവലുമുണ്ട്. അപ്പോൾ നമ്മൾ പറയും പാവലിട്ട പന്തലെ കോവൽ കയറ്റിയാൽ കഴിക്കുമോ എന്നൊക്കെ എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരു കയ്പും വരത്തില്ല. ഞാൻ ഇങ്ങനെ എല്ലാ സാധനവും, എനിക്ക് ഒത്തിരി ഇടയൊന്നുമില്ല, ഉള്ള ഇടയിലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതും ഒരു സാലഡ് കുക്കുംബറാണ്. ഇത് ഞാൻ പറിച്ചെടുക്കുവാണേ. പിന്നെ ഇവിടെ ഒരു തക്കാളിയുണ്ട്. ഇതൊരു പാവയ്ക്ക, നല്ല പാവയ്ക്ക കേട്ടോ, ഇച്ചിരി വലുതായി കിട്ടി. ഒരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് തക്കാളിയും കൂടെ പഴുത്തതുണ്ട്. അപ്പോൾ പാകമായ പച്ചക്കറി ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ വിളവെടുത്തോണം, എങ്കിലേ വീണ്ടും ആ ചെടിയിൽ കായ്ക്കത്തുള്ളൂ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടേക്കാവേ. ഇത്രയും സാധനമാണ് ഇപ്പം കിട്ടിയത്. കോവയ്ക്ക് അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ പറിച്ചെടുക്കാനായിട്ട്, കാണിക്കാൻ ഞാൻ. ഇത് വേണ്ട ബുള്ളറ്റ് മുളകാണ്. ഇതൊരു 5-6 മുളകാണ്. ചുവട് കൂട്ടി വേണം പറിച്ചെടുക്കാൻ മുളക് കേട്ടോ, എന്നാലേ ഉള്ളൂ വീണ്ടും നന്നായിട്ടുണ്ടാകത്തുള്ളൂ. കുഞ്ഞു പാവയ്ക്കയും കൂടെ പറിച്ചേക്കാവേ. ഇത് കുഞ്ഞു പാവയ്ക്കയെന്ന് പറഞ്ഞാൽ ഈ പാവലിന് ഇത്രയും വലിപ്പമേ പാവയ്ക്കയ്ക്ക് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ പക്ഷേ കുഞ്ഞു കുഞ്ഞു പാവയ്ക്കകളെ കാണാൻ നല്ല സന്തോഷമാകുന്നതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വിത്തുകൾ വാങ്ങിച്ച് വളർത്തുന്നത്. പക്ഷേ വലിയ പാവയ്ക്ക കിട്ടുന്നത് നല്ലതാണ്. ഇത് കണ്ടോ, ഇത്രയേ വരുള്ളൂ മാക്സിമം വലിപ്പം. ഇവിടെ 2 വയലറ്റ് പയറുണ്ടേ, കുറച്ചേ ഉള്ളൂ. ഇത് നല്ല നീളം വെക്കുന്ന പയറാണ്. പക്ഷേ ഞാനിതങ്ങ് പറിക്കുവാണ്, അല്ലേ പിന്നെ ഇതിവിടെ കിടന്നാൽ അടുത്ത പറിക്കാൻ വരുമ്പോഴത്തേക്കിന് ഇത് വിളഞ്ഞു പോകും. ഇത് കണ്ടോ, നമ്മുടെ ബട്ടർനട്ടാണേ. ഞാൻ കത്രിക കൊണ്ട് മുറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലുള്ള ബട്ടർനട്ട്. ഇത് നമുക്ക് സാലഡ് കുക്കുംബർ തിന്നുന്ന പോലെ തന്നെ
തിന്നാൻ പറ്റും. പിന്നെ ദേ ഇവിടെ ഒരു 5-6 മുളകുണ്ടേ. അപ്പം നമുക്കതങ്ങ് പറിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ അടുത്ത വിളവെടുപ്പിന് വരുമ്പോഴത്തേക്കിന് നമുക്ക് വീണ്ടും ഇതേപോലെ പറിച്ചെടുക്കാനുള്ളതാകും. നമ്മൾ ആ ഓണത്തിൻ്റെ വിളവെടുപ്പിന് ഇതേലെ നല്ലോണം പറിച്ചെടുത്തതായിരുന്നേ. ഓണത്തിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഞാനിട്ടിട്ട് നിങ്ങളാരും കണ്ടില്ലല്ലോ. വിളവെടുപ്പ് കാണാൻ നമുക്കിപ്പോൾ താല്പര്യമില്ലേ? എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതും അതുപോലൊരു ബട്ടർനട്ടാണേ, പറിച്ചെടുത്തു. അപ്പോൾ നമുക്കിത് 3 ബട്ടർനട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെറുതെ സാലഡ് കുക്കുമ്പർ പോലെ അങ്ങോട്ട് തിന്നാം, അതാണ് നല്ലത്. പായസം വെക്കാനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ എപ്പോഴും നല്ലത് നമുക്കിത് വെറുതെ തിന്നുന്നതാണ്. ഇവിടെ 2-3 തക്കാളി ഉണ്ടേ. അപ്പോൾ ഞാൻ അതും കൂടെ അങ്ങോട്ട് വിളവെടുക്കുവാണേ. അപ്പോൾ ഈ തക്കാളി കൂടാതെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ട്, അങ്ങെടുത്തിടവനെ. അതുപോലെ ദേ ഈ നിൽക്കുന്ന കണ്ടോ, ഇസ്രയേലി ഓറഞ്ചാണേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളവെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ദേ 2-3 പറിച്ചേക്കാം. ആ ചെടിയുടെ ചോട്ടിലുണ്ടല്ലോ പഴുത്തത് വീണ് കിടപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് കാണിക്കാവേ. അപ്പോൾ നമ്മളിതേ തൊട്ട ഉടനെ ഇതിങ്ങോട്ട് പോരും. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ഇത് നമ്മളെടുത്തിട്ട് നല്ലോണം പുതിന ചേർക്കണം. പുതിന ചേർത്തിട്ട് ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, ഇതേപോലെ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് ഉപ്പും പഞ്ചസാരയും ചേർത്ത് അടിച്ചാൽ നല്ല ജ്യൂസാണ് ഇത് കുടിക്കാൻ. ഇതുണ്ടോ നമ്മുടെ അമ്പഴങ്ങ കിടക്കുന്നുണ്ടോ, നമുക്ക് ഇന്ന് പറിച്ചെടുക്കണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് തീർക്കണ്ട, നമുക്ക് അടുത്ത ദിവസം വിളവെടുക്കാം. ഒരച്ചാറിടാനുള്ള അത്ര അമ്പഴങ്ങ ഇപ്പം ഈ അമ്പഴത്തേലുണ്ട്. ഇന്ന് ഇത്രയും സാധനങ്ങളാണ് വിളവെടുത്തത്. ഒരു മുറത്തിനകത്തും കുറച്ച് കൊട്ടയ്ക്കകത്തും കിട്ടുന്ന പോലെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വിളവെടുപ്പ് വീഡിയോ നിങ്ങളാരും കാണാതിരുന്നത്, വിളവെടുപ്പ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.